ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് റേഷൻ കടയിൽ ഓണക്കിറ്റിൽ കിട്ടിയിട്ടുള്ള ഉണക്കലരി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഇത് മുങ്ങാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കുക. അപ്പോൾ പച്ചരിയുടെ പോലെയല്ല, ഈ ഒരു ഉണക്കലരി കുതിർന്ന് കിട്ടാൻ കുറച്ച് താമസമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കണം. അങ്ങനെ വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ഇതൊരു 6-7 മണിക്കൂറായിട്ടോ ഇത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാനുള്ള വൈകുന്നേരം മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രാവിലെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു അരിയുടെ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ കുറച്ച് താമസമാണ്. അപ്പോൾ അതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ അരി ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് നല്ല തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുതിർത്തിയെടുക്കണം ഉണക്കലരി ആവുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് അവിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. കുതിർന്ന് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കുതിർത്തിയെടുക്കുമ്പോൾ ഇത്രയും ഉണ്ടാവും കേട്ടോ ഏകദേശം. ഇനി അത് മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിൽ അപ്പം ചുടുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ അപ്പത്തിലേക്കൊക്കെ എപ്പോഴും നല്ലത്. ഈ ചെറിയ തരിയുള്ള ഈസ്റ്റ്, വലിയ തരിയുള്ളതാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളതൊക്കെ അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ജാറിൽ ഉള്ളതൊക്കെ ഒന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവിൻ്റെ ലൂസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റായിട്ടും അല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടും അല്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അറിയാമല്ലോ, വെള്ളപ്പത്തിനുള്ള മാവ് ഏകദേശം നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ച് കൊടുക്കാനുള്ള ആ ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു ലൂസിൽ മാവ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ മാവിൽ വെള്ളമൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് തലേ ദിവസം നമ്മൾ രാവിലേക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ഒരു 9 മണിയൊക്കെ ആവുന്ന സമയത്ത് മാവാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട് കേട്ടോ ഈ മാവ് റെഡിയാക്കി വെക്കുന്ന സമയത്ത്. ഈ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ ഇത് ഇത്രയും മാവുള്ളത് ചെറിയ ബൗളിൽ വെക്കാതിരിക്കുക കേട്ടോ. കുറച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് മാവ് ആക്കി വെക്കുക. ഞാൻ ഈ ഒരു പാത്രം മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, പിന്നെ മറന്നുപോയി അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാനിത് അടച്ച് അങ്ങനെ തന്നെ വെച്ചിട്ടാണ് പോയത് കിടക്കാൻ. അപ്പോൾ അതാ രാവിലെ എണീറ്റ് വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. മാവൊക്കെ നിറഞ്ഞ് പോയിട്ടുണ്ട് പൊങ്ങിയിട്ട്. അപ്പോൾ കുറച്ചൊരു വലിയ പാത്രത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എന്താ മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക്, കുറച്ച് വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഇപ്പോൾ ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചുടുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ പാന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ വെള്ളപ്പൊക്കെ ചുടുന്നത് പോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ്, 1-1.5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് പിന്നെ മുകൾ ഭാഗത്തുള്ള ആവിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത്
എടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ പച്ചരി വെച്ചിട്ട് മാത്രമല്ല, ഉണക്കലരി വെച്ചിട്ടും നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഉണക്കലരി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്